സർവ പ്രതീക്ഷയും കുത്തിപ്പൊട്ടിച്ച കേരളത്തെ സമ്പൂർണ്ണമായി അവഗണിച്ച കേന്ദ്ര ബജറ്റ് ശരിക്കും വെട്ടിലാക്കിയത് കേരള ബി നേതാക്കളെയാണ്. ഇക്കുറി എന്തായാലും വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു ഈ നേതാക്കൾ. തെരഞ്ഞെടുപ്പ് ഫലം കാണുന്ന മാതൃകയിൽ നേതാക്കളെല്ലാം ബി ആസ്ഥാനത്തെത്തി മാധ്യമങ്ങളെയും മുൻകൂട്ടി വിവരമറിയിച്ചു. വമ്പൻ പ്രഖ്യാപനങ്ങൾക്ക് പിന്നാലെ മാധ്യമങ്ങളെ കണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് പ്രചരണത്തിന് തുടക്കം കുറിക്കാം എന്നെല്ലാമായിരുന്നു കണക്ക് കൂട്ടിയിട്ടുണ്ടാവുക. ഒടുവിൽ ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല എന്ന അവസ്ഥയിലായി നേതാക്കൾ. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ്റെ ബജറ്റ് അവതരണം കഴിഞ്ഞതോടെ ശരിക്കും പെട്ടുപോയി. മാധ്യമങ്ങളെ വിളിച്ചറിയിച്ചതുമാണ്. ഒടുവിൽ കേന്ദ്രം പദ്ധതി പ്രഖ്യാപിച്ചാലും നടപ്പാക്കാനുള്ള തുക കേരളത്തിന് ഇല്ലല്ലോ, തൻ്റെ പൊട്ട മലയാളം നിങ്ങൾക്ക് മനസ്സിലാവാത്തതാണോ തുടങ്ങിയ ആർക്കും ദഹിക്കാൻ കഴിയാത്ത ചില ന്യായീകരണങ്ങൾ തട്ടി രാജീവ് ചന്ദ്രശേഖർ രക്ഷപ്പെടുകയായിരുന്നു. എന്നാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചരിത്രത്തിലാദ്യമായി ഭരണം കിട്ടിയതല്ലേ, വരാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പല്ലേ, കഴിഞ്ഞ തവണ ബീഹാറിന് നൽകിയത്ര ഇല്ലെങ്കിലും കേരളത്തിന് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങൾ ഇക്കുറി എന്തായാലും ഉണ്ടാകുമെന്ന നേതാക്കളുടെ ഉറച്ച പ്രതീക്ഷയാണ് എട്ടുനിലയിൽ പൊട്ടിയത്. എയിംസ് വരും, എന്തോ ഒരു പ്രത്യേകതരം മോനെ എന്നൊക്കെ വെച്ചുകാച്ചിയ കേന്ദ്രമന്ത്രി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറിലാണ്. ബി കേരള നേതാക്കൾ ഇനി എന്ത് വിശദീകരണമാകും ഇതിന് നൽകുക?